സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഫ്രണ്ട്സ് വിളിച്ച് വേഗം അകത്ത് കയറി, ഇവിടെ എന്തോ അതിൻ്റെ പാർട്സൊക്കെ വന്ന് വീണിട്ടുണ്ട്, നമ്മൾ താമസിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നവരൊക്കെ കുറച്ച് ഇത് കെട്ടിടം ഇച്ചിരി ഷെയ്ക്ക് ആയപ്പോഴത്തേനും ഒരു ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്കെന്തോ നമ്മളുടെ ഉള്ളിലിരുന്നുകൊണ്ട് ഒരു ശക്തി പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക മാത്രം ചെയ്താൽ മതി. നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആ ചെങ്കടലിൽ കൂടെ നടത്തിയ ദൈവം, കനാൻ ദേശത്തൂടെ നടത്തിയ ദൈവം, മരുഭൂമി കൂടെ ഒക്കെ എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ടും പറയുന്നത് തന്നെ അവരുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല. കാരണം അത്രയും വർഷം അവർ നടന്നെങ്കിൽ അവരുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല. അവർക്ക് മഞ്ഞയും കാടപ്പക്ഷിയും കൊടുത്തു. അവർക്ക് മഞ്ഞ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ അതിന് ദൈവം അത്ഭുതങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കടലിലുള്ള ലിവ്യാഥാൻ എന്ന് പറയുന്ന വലിയ മത്സ്യത്തിൻ്റെ തലയെ തകർത്തിട്ട് അതിനെ കാടപ്പക്ഷിയാക്കിയിട്ട് ദൈവം ജനത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും, നമ്മൾ അപ്പം ചോദിച്ചാൽ കല്ല് തരത്തില്ല, നമ്മുടെ അപ്പൻ ഐശു. പിന്നെ നമ്മൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ തരത്തില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ തരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവൻ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. നിൻ്റെ വശത്ത് 1000-ങ്ങളും നിൻ്റെ വലതുവശത്ത് 10,000-ങ്ങളും വീഴും, എന്നാൽ നിനക്കൊരനർത്ഥവും സംഭവിക്കത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലാതെ ഈ സംസാരിക്കുന്നത് ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസിയായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളും ഒക്കെ ഉണ്ട്. ഈ ലോകത്തെ സകല ജനത്തിനും വേണ്ടിയിട്ടാണ് യേശു വന്നത്. അപ്പോൾ എല്ലാവരും കർത്താവ് രക്ഷിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും, നമ്മുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന നല്ല ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നോ വറീസ് അറ്റ് ഓൾ. അപ്പം നോഫാണ്, നാളെ ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. നാളത്തെ പ്രത്യാശ, ഹോപ്പാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിൻ്റെ ഉറപ്പുമാണ്. ഓക്കെ, നമ്മളെന്താ ആശിക്കുന്നോ അത് നമുക്ക് വേണ്ടി ചെയ്യും. കാനയിലെ കല്യാണത്തിന് കാണാമല്ലോ, പച്ചവെള്ളം നിറച്ചപ്പോൾ വിചാരിച്ചോ വീഞ്ഞാവുമെന്ന്? അങ്ങനെയാണെങ്കിൽ വീഞ്ഞാകും. അതായത് ആ വെള്ളത്തിൻ്റെ ടെക്സ്ചർ മാറ്റാൻ ദൈവത്തിന് പറ്റും. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ ചീഞ്ഞ് നാറ്റം വെച്ച ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് ലാസറെ പുറത്തു വരാമെന്ന്. അത്രയും ചങ്കൂറ്റമുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നോ വറീസ് അറ്റ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു so much.